ഡിയർ സ്റ്റുഡൻസ്, വിദൂര സംവേദനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു. ധവളപ്രകാശ വിദൂര സംവേദനം, ഇൻഫ്രാറെഡ് വിദൂര സംവേദനം, തെർമൽ താപ വിദൂര സംവേദനം, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ ഇനി മറ്റ് വിവിധ മേഖലകളിൽ വിദൂര സംവേദനം എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇത് ഈ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ഈ ഒരു സീരീസിലെ അവസാനത്തെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂശാസ്ത്രത്തിൽ, പ്രത്യേകിച്ചും ജിയോളജിയിലും ഹൈഡ്രോ ജിയോളജിയിലും വിദൂര സംവേദനത്തിന് എന്തൊക്കെ പങ്കാണ് വഹിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നാണ്. തീർച്ചയായിട്ടും നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട്, നാച്ചുറൽ റിസോഴ്സ് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. ജിയോ സയൻസസ് അഥവാ ഭൂശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വിദൂര സംവേദനത്തിന് ചെയ്യാൻ കഴിയുന്നത്? വിദൂര സംവേദനം വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഫീൽഡിൽ ഉപയോഗിക്കപ്പെടുന്നത് ജിയോ സയൻസസുകൾക്ക് വേണ്ടിയാണ്. ജിയോളജി, ജിയോഗ്രഫി, എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി മാപ്പിംഗ് പോലെ ലൈഫ് സയൻസുകളുടെ ഭാഗമായിട്ടും അത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ജിയോളജി, ജിയോഗ്രഫി ഫീൽഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിലാണ്. അപ്പോൾ അതിൽ രണ്ട് പ്രധാന മേഖലകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു മൊഡ്യൂളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തേത് ജിയോളജിക്കൽ മാപ്പിംഗ് ആണ്. എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ ലിത്തോളജിക്കൽ യൂണിറ്റ്സ്, വിവിധങ്ങളായിട്ടുള്ള പാറകൾ, അവസാദങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ മാപ്പിംഗ് ഏത് രൂപത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? സാധാരണ ജിയോളജിക്കൽ മാപ്പിംഗ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് ഫീൽഡിലിറങ്ങി അതിലൂടെ ട്രാവേഴ്സുകൾ നടത്തി ഓരോ റോക്കും അതിൻ്റെ എക്സ്പോഷറും മാപ്പ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് മാപ്പ് ചെയ്ത് അങ്ങനെയാണ് മാപ്പിംഗ് നടത്താറ്. പക്ഷേ എങ്ങനെയാണ് അത് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചുകൊണ്ട് വിദൂര സംവേദനത്തിന് അതിൽ എന്തൊക്കെ സംഭാവനകളാണ് നൽകാൻ കഴിയുക എന്നാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നത്. വേറൊരു മേഖല ഗ്രൗണ്ട് വാട്ടർ ജിയോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈഡ്രോ ജിയോളജിയുമായി ബന്ധപ്പെട്ട് ഭൂഗർഭജലത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? അതിലും ഒരുപാട് മേഖലകളിൽ ഈ പറഞ്ഞ രണ്ടിലും, ജിയോളജിക്കൽ മാപ്പിങ്ങിലായാലും ഭൂഗർഭജല സാധ്യത കണ്ടെത്തുന്നതിനുള്ള പ്രക്രിയകളായി കഴിഞ്ഞാലും ജിയോളജി, സ്ട്രക്ചർ കുറേ ഭാഗങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും രണ്ടും രണ്ട് ഭാഗങ്ങളാണ്. അത് ആ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൽ പരിഗണിച്ച് പോവാം. അപ്പോൾ ആദ്യ ഭാഗമായിട്ടുള്ള ജിയോളജിക്കൽ മാപ്പിങ്ങിന് എങ്ങനെയാണ് നമുക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ജിയോളജിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ പാറകൾ, ഒരു പ്രദേശത്തെ വിവിധങ്ങളായിട്ടുള്ള ശിലകൾ, ആ ശിലകളുടെ സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള മാറ്റം, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതുവരെ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ഉണ്ട്, അതിപ്പോൾ അതിൽ വരുന്ന സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫോൾട്ടുകൾ തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ടോ, ജോയിൻറ്റുകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫീൽഡിലൂടെ നടന്നാണ് ഒരു ജിയോളജിസ്റ്റ് ഇത് മാപ്പ് ചെയ്യാറ്. അപ്പോൾ സാധാരണ അതിന് അടിസ്ഥാനമായിട്ട് എടുക്കാറുള്ളത് ഒരു ടോപ്പോഗ്രാഫിക് ഷീറ്റ് അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പോ ഷീറ്റ് വെച്ച്, അതിന് വർക്കിംഗ് ഷീറ്റ് എന്നാണ് നമ്മൾ ഫീൽഡിൽ ഉപയോഗിക്കുമ്പോൾ, ജിയോളജിക്കൽ മാപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ടോപ്പോ ഷീറ്റിന് നമ്മൾ വർക്കിംഗ് ഷീറ്റ് എന്നാണ് പറയുക. പ്രത്യേകിച്ച് അത് GSIയിലെ ജിയോളജിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആ ടേം ഉപയോഗിക്കുന്നത്. നമ്മളതിനെ ബേസ് മാപ്പ് എടുത്തിട്ടാണ് ഫീൽഡിൽ സാധാരണ ജിയോളജിക്കൽ മാപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ബേസ് മാപ്പ് എടുത്തിട്ടാണ് നമ്മൾ പോവുക. അങ്ങനെ ജിയോളജിക്കൽ മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീൽഡിൽ പോവാതെ അല്ലെങ്കിൽ ഫീൽഡിലേക്ക് വേണ്ട ഒരു സെക്കൻഡറി ഇൻപുട്ട് എന്ന നിലയ്ക്ക് സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിക്കുമ്പോൾ, വിദൂര സംവേദനം ഉപയോഗിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യ ഭാഗത്തിൽ ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ വലിയൊരു സാറ്റലൈറ്റ് ഇമേജ് നമ്മുടെ മുന്നിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ചിത്രവ്യാഖ്യാനം എന്ന് നമുക്ക് പറയാവുന്ന ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ ഇതിലുള്ള പ്രദേശത്തുള്ള സംഗതികൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ചിത്രഘടകങ്ങൾ അല്ലെങ്കിൽ ഇമേജ് എലമെൻറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇമേജ് എലമെൻറ്റ്സ് പല രൂപത്തിലുണ്ട്. ഇതേ എലമെൻറ്റ്സ് ഒരു പക്ഷേ നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരേ രൂപത്തിലാണ്. എന്ന് വെച്ചാൽ രണ്ടും എയറിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങളായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന ചിത്രഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നതിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ചിത്രത്തിൽ വരുന്ന കളറുകൾ എന്തൊക്കെയാണ്, അതിന് വരുന്ന ടോണൽ വേരിയേഷൻ എന്തൊക്കെയാണ്, ഡാർക്കാണോ ലൈറ്റാണോ, ഏതൊക്കെ തരത്തിലുള്ള കളറുകളാണ്. അപ്പോൾ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയും. ഇതിപ്പോൾ ഒരു വളരെ റിഫ്ലക്റ്റീവ് ഇത് തരുന്നൊരു മേഖലയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് വളരെ ഡാർക്കായിട്ടുള്ളൊരു മേഖല ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ലൈറ്റായിട്ടുള്ളത് സാൻഡി ബോഡിയാണെന്നും സാൻഡി മെറ്റീരിയലാണെന്നും അതിനടുത്തുള്ള ഡാർക്ക് കളറിലുള്ളത് വാട്ടർ ബോഡിയാണെന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നുമില്ലാതെ നേരിട്ട് ചെന്നിട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിൻ്റെ ബേസ് മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്, ടോപ്പോ ഷീറ്റ് ഉണ്ടാവും. വളരെ അപൂർവം ഇതിൽ മാത്രമാണ് നമുക്ക് ഇനാക്സസിബിൾ ആയിട്ടുള്ള ഏരിയ ഇത്തരത്തിൽ മാപ്പ് ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച് എന്നൊന്നും പറഞ്ഞ പോലെ നമ്മൾ ഇത്തരത്തിൽ മാപ്പിംഗ് നടത്തില്ല. അതിൻ്റെ കുറച്ചൊരു ബേസ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും, ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള സംഗതികൾ, അതല്ലെങ്കിൽ ഇതിൽ നടന്നിട്ടുള്ള വർക്കുകൾ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ശിലാപാളികളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനോടൊപ്പം അതിൻ്റെ ഒരു മാപ്പ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു സംഗതിയോട് കൂടിയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ടോൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. വേറെ ഒന്ന് ഇതിൻ്റെ ഒരു ടെക്സ്ചറാണ്. ഇത് ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ്, ഏത് തരത്തിലുള്ളൊരു ഭൂവിഭാഗമാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ടെക്സ്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. വളരെ റഗ്ഡായിട്ട് വളരെ അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പോഗ്രഫി ആണെങ്കിൽ അതൊരു തരം കോഴ്സ് ടെക്സ്ചറായിരിക്കും, ഒട്ടും യൂണിഫോം അല്ലാത്തൊരു ടെക്സ്ചറാണ് ആ ഇമേജ് പൊതുവായിട്ട് തരിക. നമുക്കിപ്പോൾ നമ്മൾ പറയുന്നത് ഇതൊക്കെ വേണ്ടി വന്നിരുന്നത് ഇത്രയും ഇപ്പോൾ ഉള്ള പോലെ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസറുകളും ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കുറേ കൂടി റെസൊല്യൂഷൻ കൂടി, സ്പേഷ്യൽ റെസൊല്യൂഷനൊക്കെ കൂടി, ഏതാണ്ട് ഒരു 1 മീറ്റർ വരെ അല്ലെങ്കിൽ 23 സെൻറ്റിമീറ്റർ വരെ അല്ലെങ്കിൽ അതിലും താഴെ റെസൊല്യൂഷനുള്ള, അതിലും താഴെ സൈസുള്ള ഇതിനെ വരെ നമുക്ക് ഒബ്ജക്ട്സിനെ വരെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ടോൺ കളർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാധ്യത വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെക്സ്ചർ ഈ പറഞ്ഞ പോലെ കോഴ്സ് ടെക്സ്ചർ, ഫൈൻ ടെക്സ്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, യൂണിഫോം ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ വേരിയേഷനുള്ള മെറ്റീരിയൽ. അപ്പോൾ ആ ടെക്സ്ചർ വെച്ചിട്ട് നമുക്കത് ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വേറൊന്ന്, ചില പ്രത്യേക പാറ്റേൺ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ പാറ്റേൺ വരുന്നുണ്ട്. അതായത് പല രൂപത്തിലുള്ള ഭൂപ്രക്രിയകളിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതിലാണെങ്കിൽ ഒരു പാറ്റേൺ വരും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരുഭൂ പ്രദേശമാണെങ്കിൽ അതിൽ കുറേ സാൻഡ് ഡ്യൂണുകളുണ്ട്. അപ്പോൾ ആ ഡ്യൂണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ഡ്യൂൺ ഏതുവരെ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ആ മരുഭൂമിയുടെ അതിർത്തി എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ റെസിഡൻഷ്യൽ ഏരിയയാണ്, കുറേ വളരെ കൃത്യമായിട്ട് തരംതിരിച്ച റോഡുകളും ഇതിനിടയിലൂടെ റോഡുകളും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ പാറ്റേൺ തരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് ആ മാപ്പ് മാത്രം നോക്കിക്കൊണ്ട്, ആ ഇമേജ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വേറൊന്ന്, ഇപ്പോൾ ലീനിയർ ഫീച്ചറായിട്ട് തന്നെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ റോഡും അതുപോലെ തന്നെ പുഴയാണെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളും കാണുക. പക്ഷേ അതിൻ്റെ ഒരു സൈസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു വീതി. ഇപ്പോൾ ഒരു വലിയൊരു നദിയും അതുപോലെ തന്നെ ഒരു റോഡും രണ്ടും ലീനിയർ ഫീച്ചറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും രണ്ടിൻ്റെയും സൈസ് രണ്ടായിരിക്കുന്നത് കൊണ്ട് ഏതാണ് പുഴ ഏതാണ് റോഡ് എന്നൊരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഇമേജ് എലമെൻ്റായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. വേറൊന്ന് ഇതിൻ്റെ ഷേപ്പാണ്. ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പ്, ഏതെങ്കിലും എന്താ പറയുക, ഒരു ജിയോളജിക്കൽ പ്രോസസ്സിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഉദാഹരണത്തിനൊരു അലൂവിയൽ ഫാൻ. ഇപ്പോൾ ഒരു നദി ഒരു കൈവഴി വന്ന് ഒരു വലിയ നദിയിലേക്ക് ചേരുന്നിടത്തതിൻ്റെ ഒരു ഡെൽറ്റ എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മളതിനെ പറയുന്ന അലൂവിയൽ ഫാൻ എന്നാണ്. അലൂവിയൽ കോൺ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഷേപ്പുകൾ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അവിടെ വെള്ളമൊന്നും വേണമെന്നില്ല. ഇത് ഒരു ട്രിബ്യൂട്ടറി വന്ന് ഒരു മെയിൻ സ്ട്രീമിലേക്ക് ചേരുന്ന അതിൻ്റെ ഒരു കോൺഫ്ലുവൻസിങ് പോയിൻ്റാണ് എന്നുള്ളത് ആ പർട്ടിക്കുലർ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് വേറൊരു എലമെൻറ്റ്. ഇത്തരത്തിൽ ഇത് ഓരോന്നും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത്. വേറൊന്ന് വിവിധങ്ങളായിട്ടുള്ള ഷാഡോസാണ്. ഏത് തരം ഷാഡോ? ചില സമയത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മേഘങ്ങളുടെ വരെ നിഴൽ ചിലപ്പോൾ അതിലൊരു ഫീച്ചറായിട്ട് കിടക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു അവിടെ കാണുന്ന ഭൂമിയുടെ മേലുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല, അത് മേഘത്തിൻ്റെ ഒരു നിഴലാണ്. ചില സമയത്ത് മുമ്പായിരുന്നത്, ഇപ്പോൾ പിന്നെ കളർ ഇമേജൊക്കെ വന്ന സമയത്ത് കുറേ മാറിയിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ അത് നമുക്ക് മാറി പോവും. അപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഷാഡോസ് ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ അറിയണം. അതിലൊരു ഒബ്ജക്റ്റ് അല്ല, അത് ഏതൊരു എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ ആണ്, ഒരു നിഴലാണത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. വേറെ ഒന്ന്, ചില പർട്ടിക്കുലർ സംഗതികളുടെ അസോസിയേഷനുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഗ്നിയസ് റോക്ക് ബോഡീസ് പൊതുവേ ഇപ്പോൾ ഈ ഗ്രാനിറ്റിക് പ്ലൂട്ടോണുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ റോക്ക് ബോഡീസൊക്കെ തന്നെ വരുന്നത് അതിനോട് ചേർന്ന് ചിലപ്പോൾ ഒരു ലീനിയർ ഫീച്ചർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ലീനിയമെൻ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ലീനിയർ ഫീച്ചറുകളാണ്. ചിലപ്പോൾ കുറേ കുന്നുകൾ ഒരു മാല പോലെ അല്ലെങ്കിൽ ഒരു നീളത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച പോലെ കാണും. ചിലപ്പോൾ ഒരു പ്രദേശത്ത് ഒരു വളരെ നീളത്തിൽ ഒരു നദി ഒരുപാട് ദൂരം സ്ട്രെയിറ്റ് റിവർ കോഴ്സ് എടുക്കുന്നുണ്ടാവും. അത്തരത്തിലൊരു റിവർ കോഴ്സ് സ്ട്രെയിറ്റായി വരുന്നതിൻ്റെയോട് ചേർന്നിട്ട് തന്നെ വലിയൊരു മൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അതൊരു ലീനിയാമെൻ്റ് ആണ് എന്നും ആ ലീനിയാമെൻറ്റിലൂടെ പുറത്ത് വന്ന മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ചിലപ്പോൾ ഒരു ഗ്രാനിറ്റിക് പ്ലൂട്ടോൺ ആവാം. ഗ്രാനിറ്റിക് മെറ്റീരിയലാണ് അതിലൂടെ വന്നതെങ്കിൽ അതൊരു ഗ്രാനിറ്റിക് പ്ലൂട്ടോൺ ആവാം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, അപ്പോൾ അത്തരത്തിലൊരു ലീനിയാമെൻറ്റും ഒരു റോക്ക് ബോഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്കൊരു ജിയോളജിക്കൽ മാപ്പിംഗ് നടത്തുന്ന സമയത്ത് ആ റോക്ക് ബോഡി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് ഈ അസോസിയേഷൻ ഈ ഒരു റോക്ക് ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് മിനറൽ അല്ലെങ്കിൽ ഓറുകളോ അയിരുകളോ ധാതുക്കളോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പിന്നെ പരിശോധിക്കുക. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ലീനിയാമെൻ്റ് ഉണ്ട്, അതിലൂടെ പുറത്തു വന്നുണ്ടായതാണ് ഈ റോക്ക് ബോഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള ധാതുക്കളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അതിന് സാമ്പിളുകൾ എടുത്ത് അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ മാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏത് റോക്കാണ്,
ഇത് തമ്മിലുള്ള അസോസിയേഷൻ എന്താണ്, അപ്പോൾ ഇവിടെ ഒരു പ്ലൂട്ടോൺ ഉണ്ട്, അപ്പോൾ ഒരു ലീനിയമെൻ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അസോസിയേഷനുകളാണ് വേറൊരു ഇമേജ് എലമെൻ്റായിട്ട് നമ്മൾ കാണുന്ന സംഗതി. ഇനി ഇമേജ് ഇൻ്റർപ്രിട്ടേഷന് സഹായിക്കുന്ന, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് ഇമേജിൽ കാണുന്ന ഘടകങ്ങളെയാണ് നമ്മൾ കണ്ടത്, അതിൻ്റെ അസോസിയേഷൻ സംഗതികളാണ്. ഈ ഒരു ഇതിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ടെറൈനിൽ കാണുന്ന, അതായത് ആ ഒരു ഇതിൻ്റെ ഒരു ടെറൈൻ, നേരത്തേത് കളറ് ടോൺ വേരിയേഷൻ അതിങ്ങനെ ചിത്രം എടുത്തത് കഴിഞ്ഞതിന് ശേഷം ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ്. ഇമേജിലുള്ള ഇമേജ് എലമെൻറ്റ്സ് ആയിരുന്നു. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെറൈൻ എലമെൻറ്റ്സ് ആണ്. ആ ടെറൈനിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ ഘടകങ്ങളെ നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക, അതും ഈ ഒരു ടെറൈനെ മാപ്പ് ചെയ്യുന്നതിൽ എന്തുമാത്രം സഹായിക്കും, അല്ലെങ്കിൽ ആ ടെറൈൻ എലമെൻറ്റ്സിനെ തിരിച്ചറിയുമ്പോൾ നമ്മളത് എന്തുമാത്രമാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് മാപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എന്ത് ഇൻഫറൻസാണ് അതിൽ നിന്ന് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നതാണ്. ഈ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം, പൊതുവേ ഒരു ഹോമോജിനസ് ആയിട്ടുള്ള ഒരു ടെറൈൻ ആണെങ്കിൽ അവിടെ പെയ്യുന്ന മഴ ആദ്യം 2 ട്രിബ്യൂട്ടറികളായിട്ട് ഒഴുകും. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നൊരു എവിടെ നിന്നാണോ സർഫസിലെ വെള്ളം മുഴുവൻ ഒഴുകി ചേർന്ന ഒരു ചാലായിട്ട് രൂപപ്പെടുന്നത്, അതിനെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്നാണ്. 1ാം ശ്രേണി അരുവി, 1ാം ശ്രേണി പുഴ എന്ന് നമ്മൾ പറയാറില്ല, 1ാം ശ്രേണി അരുവി ഫസ്റ്റ് ഓർഡർ സ്ട്രീമാണ്. അങ്ങനെ 2 ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകൾ ചേർന്ന് ഒരു സെക്കൻഡ് ഓർഡർ സ്ട്രീം ആവുകയും, ആ 2 സെക്കൻഡ് ഓർഡർ ചേർന്ന് ഒരു തേർഡ് ഓർഡർ ആവുകയും, 2 തേർഡ് ഓർഡർ ചേർന്ന് ഒരു ഫോർത്ത് ഓർഡർ ആവുകയും, ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ പ്രത്യേകിച്ചൊരു സ്ട്രക്ചറൽ ഇതൊന്നും ഇല്ലാത്തൊരു ടെറൈൻ ആണെങ്കിൽ, യൂണിഫോം ആയിട്ടുള്ള മണ്ണും പാറയും ഒക്കെ തന്നെയായിട്ട് കിടക്കുന്നൊരു ഏരിയ ആണെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു മരത്തിൻ്റെ വേരുപടലം എങ്ങനെ ഉണ്ടാവുക അതുപോലുള്ളൊരു ഡ്രെയിനേജ് പാറ്റേണാണ് തരിക. അപ്പോൾ അത്തരത്തിലൊരു ഡ്രെയിനേജ് പാറ്റേൺ തരുന്നൊരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ താഴെയുള്ള പാറകൾ വളരെ വ്യത്യാസപ്പെട്ടതൊന്നുമല്ല, ഏതാണ്ട് ഒരേ സ്വഭാവം കാണിക്കുന്ന പാറകളും ഏതാണ്ട് ഒരേ സ്ട്രക്ചറും തന്നെയാണ് ഇതിൻ്റെ അണ്ടർ സർഫസിലുള്ളത് എന്നുള്ളതാണ്. അതിന് പകരം ചില സമയത്ത് ഇതിൻ്റെ താഴെ ഭൂവിള്ളലുകളൊക്കെ ഉള്ള പ്രദേശമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലീനിയമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ആ ലീനിയമെൻ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് വളരെ നീളത്തിലൊരു പുഴ വളരെ വലിയ രൂപത്തിൽ നീണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ സബ്സർഫസിൽ ഒരു ഫ്രാക്ചർ സംശയിക്കണം. അത്തരത്തിൽ സബ്സർഫസിൽ ഒരു ഫ്രാക്ചർ ഉള്ളപ്പോൾ ആ ഫ്രാക്ചറിനെ പിൻപറ്റിക്കൊണ്ട് സർഫസിലൂടെ പുഴ ഒഴുകുമ്പോഴാണ് നമുക്കൊരു സ്ട്രെയിറ്റ് റിവർ കോഴ്സ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇതൊരു സ്ട്രക്ചറലി കൺട്രോൾഡ് ഒരു ഡ്രെയിനേജ് പാറ്റേൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ചില സ്ഥലത്ത് ഈ സ്ട്രക്ചറുകൾക്കൊക്കെ തന്നെ നല്ല ജോയിൻറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ വന്ന് ഒരു 90 ഡിഗ്രിയിൽ ഈ പുഴയൊക്കെ ടേൺ ചെയ്തിട്ടൊക്കെ പോകും. അത്തരത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് റെക്റ്റാങ്കുലർ പാറ്റേൺ ആണെങ്കിൽ 90 ഡിഗ്രിയിൽ വരുമ്പോൾ നമ്മൾ പറയുക ട്രെല്ലീസ് പാറ്റേൺ ആണ്. ഇത്തരത്തിലുള്ള പാറ്റേണുകളൊക്കെ തന്നെ നമ്മൾ സർഫസിലാണ് നോക്കുന്നതെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സബ്സർഫസ് ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളതൊരു പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ നോക്കി വരുന്ന അത്തരത്തിലുള്ള ഒരു പ്രധാന ഇതാണ് ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ടെറൈൻ എലമെൻ്റാണ് ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത്. വേറൊരു പ്രധാന സംഗതിയാണ് ഡ്രെയിനേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡ്രെയിനേജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ലെങ്ത് ഉണ്ട് ഒരു പുഴകളുടെ, അതിപ്പോൾ ഒരു പുഴേൻ്റെ മുഴുവൻ നീളം വേണമെന്നില്ല, എത്രമാത്രം പുഴകൾ ഇവിടെ ഉണ്ട്, പുഴയുടെ ഒരു സാന്നിധ്യം അവിടെ എത്ര ഉണ്ട്, എത്രമാത്രം അരുവികളുണ്ട് എന്നുള്ളതാണ്. എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ ഇത്ര മീറ്റർ സ്ക്വയറിന്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ സ്ക്വയറിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഡ്രെയിനേജ് ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡ്രെയിനേജ് ഡെൻസിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ പെയ്യുന്ന മഴ താഴത്തേക്ക് ഊർന്നിറങ്ങാതെ മുഴുവനായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് വാട്ടറിന് കൂടുതൽ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ നേരെ തിരിച്ചാണ് ഈ ഡ്രെയിനേജ് ഡെൻസിറ്റിയും ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റും കൂടിയുള്ള ബന്ധം എന്ന് പറയുന്നത്. ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ഈ സബ്സർഫസിലേക്ക് വെള്ളം എത്തുന്നില്ല, പെയ്യുന്ന മഴ മുഴുവൻ ഇതിൻ്റെ മേലെക്കൂടെ ഒഴുകി പോകുന്നതുകൊണ്ടാണ് ഈ ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടുന്നത്. നേരെ മറിച്ച് അതേ മണ്ണും അതേ സ്വഭാവമുള്ള അത്രയും റെയിൻഫാളുള്ള ഒരു സ്ഥലത്ത് അത്ര കൂടുതൽ ഡ്രെയിനേജ് ഡെൻസിറ്റി ഇല്ല എങ്കിൽ നമുക്കൊന്ന് തീർച്ചയായും അവിടെ ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്ട്സ് കൂടുതലാണ്. എന്താ വെച്ചാൽ ഡ്രെയിനേജ് ഡെൻസിറ്റി കുറവാണ്, അതേ മഴ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ മഴവെള്ളം ഊർന്നിറങ്ങുന്നുണ്ട്, സബ്സർഫസിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡ്രെയിനേജ് ഡെൻസിറ്റി ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററായിട്ട് നമുക്ക് എടുക്കാം. ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റ് കാണുന്ന സമയത്ത് ഡ്രെയിനേജ് ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ അതിനെ റാങ്ക് ചെയ്യുക. ഡ്രെയിനേജ് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റ് കൂടുതലായിട്ടും ആ രൂപത്തിലാണ് അതിനെ ഇത് ചെയ്തെടുക്കുക. വേറൊന്ന് ഇതിൻ്റെ ഒരു ടോപ്പോഗ്രാഫിയാണ്. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, വാലിയാണോ ഹില്ലാണോ റിഡ്ജുകളായിട്ടാണോ ഫോം ചെയ്തിട്ടുള്ളത്, അതോ ഒരുപാട് ഏരിയ ഒന്നിച്ചും അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു മൗണ്ട് പോലെയൊക്കെ കിടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ടോപ്പോഗ്രാഫി ലാൻഡ് ഫോംസുമാണ് ഈ ജിയോളജിക്കൽ മാപ്പിങ്ങിനുള്ള ഇതിലുള്ള ടെറൈൻ എലമെൻറ്റ്സ്. അപ്പോൾ ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഫിസിയോഗ്രാഫിയും ഡ്രെയിനേജും കൂടി ചേർന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ അതിൽ ഏതൊക്കെ തരം ലാൻഡ് ഫോമുകളുണ്ട് എന്നുള്ളതുമാണ്. പിന്നൊന്ന് ഇതിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന
കൊലാറ്ററൽ ഡാറ്റയാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ തരം ഡാറ്റ നമുക്ക് സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, മറ്റേ വേറെ ഏതെങ്കിലും സ്റ്റഡീസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ബൊട്ടാണിക്കൽ സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക ഏരിയയിൽ ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കാണുന്നുണ്ട്. ആഴത്തിൽ വേരുള്ള ചില ചെടികൾ ഒരു പ്രത്യേക ലൈനിൽ വളരുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ജിയോ ബൊട്ടാണിക്കൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അവിടെ ഒരു ലീനിയാമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ സോൺ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഇതിനെപ്പറ്റി പഠിക്കുന്ന ജിയോളജി പഠിക്കുന്ന അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അതൊരു ഇതിലേക്കുള്ളൊരു ചൂണ്ടുവലകയായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന കൊലാറ്ററൽ ഡാറ്റ എന്തൊക്കെ ഉണ്ട് വെച്ചാൽ അതുകൂടി ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ട്. ഇനി ഈ ഡ്രെയിനേജ് പാറ്റേൺ, ഓരോ തരം ഡ്രെയിനേജ് പാറ്റേൺ ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ജിയോളജിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡെൻഡ്രിറ്റിക് പാറ്റേൺ ആണെങ്കിൽ റീജിയൻ റോക്ക് ഹോമോജിനിയസ് ആയിട്ടുള്ള റോക്കിലാണ് ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഡെവലപ്പ് ചെയ്യുക നമ്മൾ ചർച്ച ചെയ്തു. വേറൊന്ന് റെക്റ്റാങ്കുലർ പാറ്റേൺ ആണ്. ഇങ്ങനെ റെക്റ്റാങ്കുലർ ദീർഘചതുരാകൃതിയിലുള്ള പാറ്റേണുകളായിട്ടാണ് കിട്ടുക. അതെന്താ വെച്ചാൽ സ്ട്രക്ചറൽ കൺട്രോളുള്ള പ്രദേശങ്ങളിലാണ്. അതായത് താഴത്തെ ഫ്രാക്ചർ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ പുഴയൊക്കെ ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റെക്റ്റാങ്കുലർ പാറ്റേൺ കാണിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ ആദ്യത്തിൽ ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ കാണിക്കുന്നത് നമ്മൾ എന്താണ് നമുക്കതെന്നുള്ളൊരു ഇൻഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെൻഡ്രിറ്റിക് പാറ്റേൺ കാണിക്കുന്ന ഒരു സ്ഥലത്തെ അണ്ടർഗ്രൗണ്ട് സബ്സർഫസിലെ റോക്ക് ഒരു പക്ഷേ ഒന്നുകിൽ ഷെയിലാവും അല്ലെങ്കിൽ ഗ്രാനിറ്റിക് നെയ്സസ് ആയിരിക്കും. അത്തരം ഇതൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത്, വെതർ ചെയ്യുന്ന സമയത്ത് ഒരു ഹോമോജിനസ് ടെക്സ്ചറും ഹോമോജിനസ് മെറ്റീരിയലാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഡെൻഡ്രിറ്റിക് പാറ്റേൺ തരുന്ന സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള റോക്കിനെയാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരെ മറിച്ച് റെക്റ്റാങ്കുലർ പാറ്റേൺ തരുന്ന സ്ഥലത്ത് സ്ട്രക്ചറൽ കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പൊട്ടുകയാണ് ശരിക്കും, ഇങ്ങനെ വെതർ ചെയ്യുന്നതിന് പകരം അതിങ്ങനെ പൊട്ടിയിട്ടുള്ള ഇതാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇതിലുള്ള ഒരു സാധ്യതയുള്ള ഒരു റോക്ക് എന്ന് പറയുന്നത് അതൊരു അവസാദശിലയാണ്, മണൽക്കല്ല് അഥവാ സാൻഡ്സ്റ്റോൺ ആണ് അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വേറൊന്ന് ട്രെല്ലീസ് പാറ്റേൺ ആണ്. വളരെ പാരലലായിട്ടുള്ള ഫ്രാക്ചറുകളോ ജോയിൻറ്റുകളോ ഉള്ള പ്രദേശമാണത് ട്രെല്ലീസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാറകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെയെങ്കിലും ടിൽറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള വല്ല പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെയൊക്കെ തന്നെ എന്താ വെച്ചാൽ പലതരത്തിലുള്ള റോക്കുകൾ ഉണ്ടാവുക, ഇൻ്റർബെഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. മാത്രമല്ല അവിടെയൊക്കെ തന്നെ ഫോൾഡഡ് സെഡിമെൻ്ററി സീക്വൻസ്, അവിടെയൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള സ്ട്രക്ചറൽ കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രക്ചറലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് അത് എന്നുള്ളത് നമുക്ക് ഈ ഇത്തരം പാറ്റേണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഇതൊന്നും വളരെ ഇതായിട്ടുള്ളതല്ല, പക്ഷേ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പാരലൽ പാറ്റേൺ ഉണ്ട്. റീജിയണൽ സ്ലോപ്പുള്ള ഭാഗങ്ങളിൽ റേഡിയൽ പാറ്റേൺ ഉണ്ട്. ഡോം പോലുള്ള സ്ട്രക്ചറുകളിൽ നിന്നാണ് ഈ റേഡിയൽ പാറ്റേൺ വരിക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോമൊന്നും വരച്ച് വെച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതിൽ എലിവേഷൻ ഉണ്ടാവും, അതുപോലെ റേഡിയൽ ടെക്സ്ചറും റേഡിയൽ ഡ്രെയിനേജും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു ഡോം അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ നോക്കേണ്ടത് ജിയോളജിക്കൽ മാപ്പിംഗ് നടത്തുന്ന സമയത്ത് ആ ഡോമൽ സ്ട്രക്ചർ എന്തുകൊണ്ട് വന്നു, എന്ത് ലിത്തോളജിയാണ് അവിടെ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ലൈംസ്റ്റോൺ, ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റും അതുപോലെ അവിടെ ലൈംസ്റ്റോണിൻ്റെ പ്രസൻസും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഡീറേഞ്ച്ഡ് ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പാറ്റേൺ വേണ്ടി കാണുന്നത്. ഇനി ഇതിൽ വേറൊരു റിമോട്ട് സെൻസിങ് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മേഖലയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ധവളപ്രകാശ വിദൂര സംവേദനം ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിങ് ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ റോക്കിൻ്റെയൊക്കെ തന്നെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേക ശിലകൾ, ചില പ്രത്യേക ധാതുക്കൾ ചില പ്രത്യേക വികിരണങ്ങളെ കടത്തിവിടും, ചിലതിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചില പ്രത്യേക വികിരണങ്ങളെ ഇത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ പർട്ടിക്കുലർ റോക്കുകളെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ധാതുക്കളെ മാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ റേഡിയേഷനുകളെ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ സ്പെക്ട്രൽ റേഞ്ചിനെ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള ധാതുക്കളുടെയും ഈ പറഞ്ഞ റേഡിയേഷനുകളുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇതിൽ നമ്മൾ ഈ കോമ്പിനേഷനൊക്കെ മാറ്റി നോക്കും. ഇന്ന ബാൻഡിൽ ഇന്ന കളർ, ഇന്ന ബാൻഡിൽ ഇന്ന കളർ, ഇങ്ങനെ കളർ കോമ്പിനേഷൻ മാറ്റുന്ന സമയത്ത് ഏതാണോ നന്നായിട്ട് തരുന്നത്, അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ മിനറൽ മാപ്പിംഗ് വളരെ കൃത്യമായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഗതികളാണ് ഇതിലുള്ളത്. അതായത് കാറ്റയോൺ, ഫെറിക് അയൺ 0.4, 0.5, 0.7, 0.87 നോർമൽ, വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഫെറിക് അയൺ നന്നായിട്ട് റിഫ്ലക്റ്റൻസ് തരുന്നത്. അതുപോലെ മാംഗനീസ്, ഇങ്ങനെ ഓരോന്നിലുമുണ്ട്. അതുപോലെ ഇതിലൊക്കെ നോർമൽ വേവ് ഇതിലുമുണ്ട്, അതുപോലെ തന്നെ നിയർ ഇൻഫ്രാറെഡിലും വരുന്നുണ്ട്. അതുപോലെ ഹൈഡ്രോക്സിൽ അയോൺസ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. വേറൊന്ന് വാട്ടർ മോളിക്യൂൾസാണ്. 1.4-ലും 1.90-ലും ഇത് വരുന്നുണ്ട്. ഇങ്ങനെ അതായത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ധാതുക്കളും അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറും ഈ പറഞ്ഞ റോക്കിൻ്റെയും, അപ്പോൾ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിൽ നിന്ന് നമ്മളിതിൻ്റെ സ്വഭാവം, ഏത് തരത്തിലുള്ള ശിലകളാണ്, ഏത് തരത്തിലുള്ള ധാതുക്കളാണ് സബ്സർഫസിലുള്ളത് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് വെച്ചിട്ട് പറയാൻ പറ്റും.
ഇനി ഇതന്നെ പല വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡിലാണ് ഇവിടെ മേലെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയുള്ളത് നോർമൽ ഷോർട്ട് വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റീജിയനാണ്. അടുത്തത് എത്തുമ്പോഴേക്കും തെർമൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് ചർച്ച ചെയ്ത തെർമൽ ഇൻഫ്രാറെഡ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലിനെ, ഏതൊക്കെ തരത്തിലുള്ള ധാതുക്കളെ, ശിലകളെയൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. സിലിക്കേറ്റ്സ്, കാർബണേറ്റ്സ്, സൾഫേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ്, ഇത് ഓരോന്നിൻ്റെയും വികിരണം, ഇതിനെ ഓരോന്നുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ഏതാണ് എന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ഇമേജറി, അതിൽ നിന്നൊരു ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ വെച്ച് നമ്മളിതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഏതാണ്ട് ഒരു ധാരണ കിട്ടും. ഇവിടെ ഇന്ന റോക്കാണ്, അതിൽ ഇന്ന ധാതുക്കളാണ് കൂടുതലുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിലാണ് നമ്മളിതിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ കർവുകളെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ മാപ്പിംഗ് ആണ്, ഘടനാപരമായിട്ടുള്ളൊരു മാപ്പിംഗ്. അപ്പോൾ അത്തരത്തിൽ എന്താ വെച്ചാൽ സ്ട്രക്ചറലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഈ സാറ്റലൈറ്റ് ഇമേജിൽ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ബെഡാണെങ്കിൽ അതിനെന്തുണ്ടാ വെച്ചാൽ റിഫ്ലക്റ്റൻസ് ആയാലും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് പ്രകാശത്തിന് ഒരുപോലെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക, അതിന് ചെരിഞ്ഞ പ്രതലോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഹൊറിസോണ്ടലായി കിടക്കുന്ന ഒരു പ്രദേശമാണ് എങ്കിൽ നമുക്കത് ഏത് തരം റോക്കായിരിക്കും എന്ന് ഏതാണ്ട് ഒരു ഊഹം കിട്ടും നമുക്ക്. ഈ പറഞ്ഞ ആദ്യത്തെ ഇമേജറുകളുമായി ബന്ധപ്പെടുത്തി അപ്പോൾ ഇന്ന റോക്കാണ് എന്ന് അവിടുന്ന് മനസ്സിലായി. ഇവിടെ അതിൻ്റെ സ്ട്രക്ചറും കൂടി പിടികിട്ടുന്ന സമയത്ത് ഓക്കെ ഇത് ഇന്ന രൂപത്തിലുള്ളൊരു ടെറൈനാണെന്ന് മനസ്സിലാവും. അത് ഇൻക്ലൈൻഡ് ബെഡായിട്ട് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഇതാവുന്നതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിലല്ല ഇതുണ്ടാവുക. ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ പല ഭാഗത്തു നിന്ന് പല രൂപത്തിലായിരിക്കും. അപ്പോൾ അതൊരു ഇൻക്ലൈൻഡ് ബെഡാണ്, വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു ടെറൈനാണെന്ന് നമുക്ക് മനസ്സിലാവും. വേറെ ഒന്നും ഇതിൽ ഫോൾഡുകൾ ഉണ്ടാവും, വളഞ്ഞ ഇതിൽ കിടക്കുന്ന ബക്കിൾഡ് ആയിട്ടുള്ളൊക്കെയുള്ള ഫോൾഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലീനിയർ ഫീച്ചേഴ്സ്, ലീനിയാമെൻറ്റുകളോ സംഗതികളോ ഉണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചറലി ഡിസ്റ്റർബ്ഡ് ഒരു ടെറൈനാണ്, അവിടെ അതിനോട് ബന്ധപ്പെട്ട് ഇന്ന റോക്ക് ടൈപ്പ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അൺകൺഫേമിറ്റീസ്, ഇപ്പോൾ ചിലപ്പോൾ അത് വലിയ വെജിറ്റേഷൻ കാനോപ്പി ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ വളരെ കൃത്യമായിട്ട് റോക്കുകളെ നമുക്ക് നേരിട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അൺകൺഫേമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് തരം പാറകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു സ്ഥലത്തു നിന്ന് ഒരു കുറേ ദൂരത്ത് ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ശിലകളും അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു തരത്തിലുള്ള ശിലകളുമാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് ഒരു അൺകൺഫേമിറ്റി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അൺകൺഫേമിറ്റി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇത് വേറൊരു റോക്കാണ്, ഇത് വേറൊരു റോക്കാണ്. രണ്ട് പ്രായത്തിലുള്ളതായിരിക്കും, ഒന്നൊരു ഇഗ്നിയസ് ആണെങ്കിൽ ഒന്ന് സെഡിമെൻ്ററി ആയിരിക്കാം. അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ തന്നെ നമുക്കിതൊന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഈ റോക്ക് നേരിട്ട് നമുക്കിതൊന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വെജിറ്റേഷൻ കാനോപ്പി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്ട്രി ഇതൊക്കെ കുറവുള്ള സ്ഥലത്തേ പറ്റൂ, അല്ലാത്തതിൽ നമുക്ക് വലിയ ലിമിറ്റേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മേഖലയാണ് ജിയോമോർഫോളജിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ജിയോമോർഫോളജിക്ക് യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ ഓരോ ഇതിൻ്റെ ഘടനാപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഓരോന്നിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് പുഴ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള തടങ്ങളുണ്ട്. അപ്പോൾ അത് ടെറസായിട്ടും ഫ്ലഡ് പ്ലെയിനായിട്ടും അത്തരത്തിലുള്ള ഇതാണ് ഉണ്ടാവുക. അപ്പോൾ പക്ഷേ അതുപോലെയല്ല കടൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ. കടലിങ്ങനെ വന്ന് അടിച്ച് ചിലപ്പോൾ ബീച്ചായിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ബേമുണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു കാറ്റ് നിക്ഷേപിച്ചിട്ടുള്ള ഡ്യൂണുകളും അതുപോലെ കടൽ നിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ കടൽ തീരത്ത് നിക്ഷേപിക്കപ്പെട്ടുള്ള ഡ്യൂണുകളും തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാവും. ഒന്നെന്താ വെച്ചാൽ ഈ കാറ്റിൻ്റെ ഡയറക്ഷനിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതിൽ ഫോം ചെയ്യുന്ന ഡ്യൂണുകളുടെ മണൽക്കൂനകളുടെ സൈസിലും ഷേപ്പിലുമുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഇയോലിയൻ ഡെപ്പോസിറ്റ്, ഇപ്പോൾ ഇയോലിയൻ ഡെപ്പോസിറ്റ് കാറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിക്ഷേപിക്കപ്പെട്ടൊരു സാധനം, പക്ഷേ ഇപ്പോൾ ആ പ്രദേശത്ത് കാറ്റോ സംഗതികളൊന്നുമില്ല. പക്ഷേ ആ ഡ്യൂണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതൊരു മുമ്പ് വളരെ വലിയ രൂപത്തിൽ കാറ്റിൻ്റെ ആക്ഷൻ നടന്നിരുന്ന ഒരു പ്രദേശമാണ്. കാറ്റൊരു വലിയ ജിയോളജിക്കൽ ഏജൻ്റായി വർക്ക് ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് അത് എന്നുള്ളത് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പല രൂപത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ട്. ഇപ്പോൾ കോസ്റ്റൽ പ്രദേശത്താണ് നമുക്ക് ബീച്ചുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും കിട്ടുന്നത്. അതുപോലെ ഫ്ലൂവിയലായിട്ട് നമ്മുടെ നദികൾ നിക്ഷേപിക്കുന്ന സംഗതികളുണ്ട്. നദികൾ നിക്ഷേപിച്ച് അത് ആ രൂപത്തിലുണ്ടാകുന്ന ജിയോമോർഫോളജിക്കൽ ഫീച്ചറുകളുണ്ട്. ഇത് ഓരോന്നിനും അതിൻ്റേതായ സിഗ്നേച്ചറുകളുണ്ട്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മുഴുവൻ സ്ഥലത്തും ഇപ്പോൾ ഒരു പുതിയൊരു പാലിയോ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മുഴുവൻ സ്ഥലമൊന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു പാലിയോ ചാനൽ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഫ്ലൂവിയൽ ഇതിൻ്റെ സിഗ്നേച്ചർ കിട്ടി, പക്ഷേ ഇപ്പോൾ അവിടെ പുഴയൊന്നും ഒഴുകുന്നില്ല. പക്ഷേ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ഡ്രില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് വല്ല സാൻഡി മെറ്റീരിയലോ ബോൾഡറുകളോ ഗ്രാവലോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പണ്ട് പുഴ ഒഴുകിയിരുന്നൊരു സ്ഥലമാണ് നമുക്ക് മനസ്സിലാവുക. അത്തരത്തിലുള്ള സിഗ്നേച്ചറുകൾ ഫീൽഡ് വർക്ക് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഒരു പരിധി വരെ ഫീൽഡ് വർക്കിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇത്തരത്തിലുള്ള ഇമേജുകൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
വേറൊന്ന് വെതറിങ് അതുപോലുള്ള ഒരു പ്രദേശത്തിൻ്റെ ഇതൊക്കെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള പലതരം ഈ പറഞ്ഞ ഏജൻറ്റുകളൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനുഡേഷണൽ പ്രോസസ്സ് എന്ന് പൊതുവേ പറയുന്ന രൂപത്തിലുള്ളത്. വേറൊന്ന് ഗ്ലേഷ്യൽ, അതായത് നമ്മുടെ ഗ്ലേഷ്യറുകളുടെ മൂവ്മെൻറ്റ് കൊണ്ടൊക്കെ നടക്കുന്ന അത്തരത്തിലുള്ള ഡെപ്പോസിറ്റ്. ഇനി ഇതിലൊന്നും പെടാത്ത ടെക്ടോണിക്, വലിയ രൂപത്തിലുള്ള ടെക്ടോണിക് ഫീച്ചേഴ്സ്, പ്ലേറ്റ് മൂവ്മെൻറ്റ് കൊണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഹിമാലയ പർവ്വതം ഉണ്ടായതുപോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചറുകൾ വരുന്ന സ്ഥലത്ത് അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സിഗ്നേച്ചർ കിട്ടും. പക്ഷേ അതൊന്നൊരു ചെറിയ ഏരിയയിലായിരിക്കും, വളരെ റീജിയണലായിട്ടുള്ള ഫീച്ചറുകളായിരിക്കും. അതുപോലെ വോൾക്കാനിക് ഡെപ്പോസിറ്റ്സ്, അതുപോലെ വോൾക്കാനിക് ക്രാറ്ററുകൾ, അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മാപ്പിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും പറ്റും. ഇതാണ് ജിയോമോർഫോളജിക്കൽ മാപ്പിംഗ്. ഇതിൻ്റെ ഈ ഒരു ജിയോളജിക് മാപ്പിങ്ങിൻ്റെ വേറൊരു മേഖലയാണ്, അല്ലെങ്കിൽ ജിയോളജിക് മാപ്പിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ജിയോമോർഫോളജിക്കൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ ഇതുവരെ നമ്മൾ ജിയോളജിക്കൽ മാപ്പിംഗ് ആണ് കണ്ടത്. ഇനി ഇതിൻ്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഹൈഡ്രോജിയോളജിയാണ്. ഹൈഡ്രോജിയോളജിയിൽ ഈ പറഞ്ഞ റിമോട്ട് സെൻസിങ് എന്തുമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് കാണുന്നത്. ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്ട്സ്, ഒരു പ്രദേശത്ത് എത്രമാത്രം ഗ്രൗണ്ട് വാട്ടർ ലഭ്യതയ്ക്ക് സാധ്യത ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്ട്സ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ ഫീച്ചറുകളൊക്കെ വെച്ചിട്ടാണ്. അതിലിപ്പോൾ നമ്മൾ ആദ്യം കണ്ട ജിയോളജി, ഏത് തരം റോക്കാണ്, ഏത് തരം റോക്കലാണ്. അപ്പോൾ ഈ റോക്കുകളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നോക്കുന്നത് വെച്ചാൽ അത് എന്ത് തരം റോക്കാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ രൂപത്തിലുള്ള നമ്മുടെ ഇടനാട്ടിലെ കുന്നുകളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത് അതാണ് ചെങ്കല്ല് വെച്ചിട്ടാണ്. ഈ ചെങ്കല്ലിനെ നമ്മൾ പറയുന്ന ഒരു വലിയ അക്യുഫറാണ് എന്നാണ്. അതായത് വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിവുള്ള റോക്ക് ബോഡീനെയാണ് നമ്മൾ അക്യുഫർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് കരിങ്കല്ല് എന്ന് പറയുന്നതിന് നമ്മൾ പറയും അക്യുഫ്യൂജാണ്. അക്യുഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാനോ ഒന്നുമുള്ള കഴിവില്ല. പക്ഷേ അതിൽ വേറൊന്നുണ്ട്, അതിലൊരു സെക്കൻഡറി പോറോസിറ്റി ഉണ്ട്. അതായത് ഫ്രാക്ചറുകളിലൂടെ അതിൽ വെള്ളം ശേഖരിക്കാൻ പറ്റും. അത്തരത്തിൽ ഫ്രാക്ചറുകളിലൂടെ ശേഖരിക്കപ്പെട്ടിട്ടുള്ള വെള്ളമാണ് നമ്മൾ ശരിക്കും ബോർവെൽ അടിക്കുന്ന സമയത്ത് അതേ പാറ തന്നെ ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഒരേ കല്ലിൽ തന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ബോർവെൽ അടിക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോകും, വേറൊരു സ്ഥലത്ത് നല്ല വെള്ളം കിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ സെക്കൻഡറി പോറോസിറ്റി ഇല്ല, ഫ്രാക്ചറുകളില്ല. ഫ്രാക്ചറുകളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്കത് ബോർവെല്ലിലൂടെയൊക്കെ കിട്ടുക. അപ്പോൾ ഈ രൂപത്തിൽ മാത്രമല്ല ഒരേപോലെ തോന്നിക്കുന്ന ഹാർഡ് റോക്കിലും ബോർവെല്ലും അടിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരേപോലെ തോന്നുന്ന അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ട് എന്നുള്ളതിനനുസരിക്കും. ചിലത് പൊട്ടലുണ്ടാവും, ചിലത് പൊട്ടാൻ കഴിയില്ല, ഇങ്ങനെ ചെതറി പോവുകയും. അപ്പോൾ അതിലേക്ക് ഫ്രാക്ചറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ജിയോളജിയും ലിത്തോളജിയും ആ രൂപത്തിൽ ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഇത് ഓരോന്നും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ജിയോളജിക്കൽ മാപ്പിംഗ് നടത്തി ഈ ഒരു സംഗതി ഇതിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് തീമായിട്ട് നമ്മൾ എടുക്കുക അതിൻ്റെ ജിയോളജി, ലിത്തോളജി. അതെന്തുമാത്രം ഈ ഗ്രൗണ്ട് വാട്ടർ പ്രോസ്പെക്റ്റിനെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ സാധ്യത ഉള്ളതാണ് എന്നാണ് നമ്മൾ എടുക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ട്രക്ചറാണ്. സ്ട്രക്ചർ രണ്ട് രൂപത്തിലാണ്. ഒന്ന് നമ്മൾ ഈ ലീനിയാമെൻ്റൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഡ്രെയിനേജിൻ്റെ ഒരു പാറ്റേണും സംഗതികളൊക്കെ നോക്കി നമ്മൾ എടുക്കുന്ന സ്ട്രക്ചർ. രണ്ടാമത്തെ ഫീൽഡിൽ പോയിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് ഇതൊരു ഫോൾഡാണ്, ഇതൊരു ഫോൾട്ടാണ്, ഇതൊരു ലീനിയാമെൻ്റാണ് എന്ന് നമ്മൾ ഫീൽഡിൽ നിന്ന് മാപ്പ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചർ. ഇത് രണ്ടും നമ്മൾ ഈ പറഞ്ഞ ഭൂഗർഭജല സാധ്യത കാണുന്ന നേരത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഈ ലീനിയാമെൻറ്റിൻ്റെയൊക്കെ ഡ്രെയിനേജിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ലോങ് ആയിട്ടുള്ള ലീനിയർ ഫീച്ചർ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. വേറൊന്ന് ജിയോമോർഫോളജിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ മുൻ സ്ലൈഡിൽ കണ്ട പോലെ തന്നെ ഏത് തരം യൂണിറ്റാണിത്, ഇത് ഇയോലിയൻ ആണോ? അപ്പോൾ ഈ ഇയോലിയൻ ഡെപ്പോസിറ്റൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ അതൊക്കെ തന്നെ കാറ്റിന് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലെങ്കിൽ കാറ്റിന് പെരുമാറാൻ കഴിയുന്ന ഗ്രെയിൻ സൈസാണ്. അതിൻ്റെ അർത്ഥം അതൊക്കെ തന്നെ ഒരു സാൻഡി ഫോമിലുള്ള അല്ലെങ്കിൽ സാൻഡ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അത്തരം മേഖലയുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും വെള്ളത്തിനുള്ള സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ അതിലുള്ള ഗ്രെയിൻ സൈസാണ്, മാത്രമല്ല ഒരു സെഡിമെൻ്ററി മെറ്റീരിയലാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലൂവിയൽ ഏരിയ ആണെങ്കിൽ, പുഴയാണെങ്കിൽ പുഴയിൽ ഈ പറഞ്ഞ പോലെ മണലാണ്, അതൊരു അക്യുഫർ മെറ്റീരിയലാണ്. ആ അക്യുഫർ മെറ്റീരിയൽ എന്ത് വെച്ചാൽ ഇതിൽ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജിയോമോർഫോളജിക്കൽ യൂണിറ്റ്സ് വളരെ വലിയ രൂപത്തിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ജിയോമോർഫോളജിയിൽ വേറെയുണ്ട് ഈ പറഞ്ഞ ഇയോലിയൻ, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പറയും ബെറീഡ് പെഡിമെൻറ്റ്. ഒരു പ്രദേശത്ത് ഇങ്ങനെ വെതേർഡ് ആയിട്ടുള്ള സോൺ എത്ര ഉണ്ട്, അതിൻ്റെ തിക്നെസ് എത്ര ഉണ്ട്. നല്ല തിക്നെസ്സുള്ളൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ ഒരു ഓപ്പൺ വെല്ലിന് സാധ്യത ഉണ്ട്. നേരെ മറിച്ച് തിക്നെസ് തീരെയില്ല, സോയിലിൻ്റെ തിക്നെസ്സിൻ്റെ വളരെ കുറവാണ്, ഈ ജിയോമോർഫോളജിക്കൽ യൂണിറ്റിൻ്റെ തിക്നെസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പൺ വെല്ലിന് സാധ്യതയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നേരെ അടുത്ത സാധ്യത നോക്കുന്നത് ബോർവെല്ലിനാണ്. ഇങ്ങനെ ഓരോന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുക ഇതിൻ്റെ റീചാർജ് കണ്ടീഷൻസാണ്. അതായത് ഒരു റീചാർജ് കണ്ടീഷൻ എന്തുമാത്രം ഉണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രെയിനേജ് നെറ്റ്വർക്ക് തൊട്ട് തുടങ്ങും. അതായത് ഏതാണ്ട് കുറച്ചധികം വെള്ളം കിട്ടാൻ സാധ്യതയുള്ള എവിടെയാണ്, 2 ഫസ്റ്റ് ഓർഡർ സ്ട്രീം ചേരുന്നിടത്താണോ, 2 സെക്കൻഡ് ഓർഡർ സ്ട്രീം ചേരുന്നിടത്താണോ, 2 തേർഡ് ഓർഡർ സ്ട്രീം ചേരുന്നിടത്താണോ കൂടുതൽ വെള്ളം ഒഴുകി വരിക. അതിനെ തടഞ്ഞു നിർത്തി ഭൂഗർഭത്തിലേക്ക് ഇറക്കാൻ കഴിയുക എവിടെയാണ്. അപ്പോൾ ആ റീചാർജ് കണ്ടീഷൻസ് സാധ്യതയുള്ള, മാത്രമല്ല അതിനെ തടഞ്ഞു നിർത്തിയോണ്ട് കാര്യമില്ല, അതിൻ്റെ താഴത്തെ മണ്ണ് ഏത് നിലയ്ക്കുള്ളതാണ്.
അതൊരു അക്യുക്ലൂഡ് ആണോ, അക്യുഫ്യൂജ് ആണോ, അക്യുറ്റാഡ് ആണോ, അക്യുഫർ ആണോ എന്ന് നോക്കിയിട്ട് വേണം റീചാർജ് കണ്ടീഷൻസ് പറയും. അത്തരത്തിൽ റീചാർജ് കണ്ടീഷൻസ് കൂടി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ധാരണയായി, ഓക്കെ ഇത് ഇന്ന പ്രദേശത്ത് ഇവിടെ റീചാർജ് പറ്റും, അല്ലെങ്കിൽ ഇവിടെ കിണർ കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇതിനോട് കൂടെ ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് ഹൈഡ്രോളജിക്കൽ മാപ്പിംഗ്. ഹൈഡ്രോളജിക്കൽ മാപ്പിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പൊതുവേ ഈ പറഞ്ഞതിൻ്റെയൊക്കെ കൂടെ ആ ഒരു പ്രദേശത്തെ മാപ്പിംഗ് നമ്മൾ നടത്തുന്ന സമയത്ത് ആ അക്യുഫറിൻ്റെ തിക്നെസ് എത്ര ഉണ്ട്, അവിടെ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കിണറുകളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ വെല്ലിൻ്റെ ആ ഒരു കിണറിൻ്റെ ടോട്ടൽ ഡെപ്ത് എത്ര ഉണ്ട്, അതിൻ്റെ വാട്ടർ ലെവൽ എത്രയാണ്, അവിടെ ഒരു സീസണലായിട്ട് ഫ്ലക്ച്വേഷൻ എത്ര ഉണ്ട്, ടോട്ടൽ ഡെപ്ത് എത്ര ഉണ്ട്, അതിൽ വാട്ടർ കോളത്തിൻ്റെ ഡെപ്ത് എത്ര ഉണ്ട്, ഇങ്ങനെ വാട്ടർ ലെവലൊക്കെ മാപ്പ് ചെയ്യും. അതേപോലെ ചില സമയത്ത് നമ്മൾ പമ്പ് ടെസ്റ്റ് എന്ന് പറയും, അക്യുഫർ ടെസ്റ്റ് ചെയ്യും. അതായത് കുറേ നേരം പമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര ഉണ്ടും വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്, ആ വെള്ളം പഴയ നിരക്കിലേക്ക് റീകൂപ്പ് ചെയ്ത് വരാൻ, വെള്ളം നികന്ന് വരാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോറേറ്റിവിറ്റി, ട്രാൻസ്മിസിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് വെള്ളം ശേഖരിക്കാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുമുള്ള പ്രോപ്പർട്ടീസ് പഠിക്കും. ആ സംഗതി കൂടി അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോളജിക്കൽ മോഡലിംഗ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും കൂടി വെച്ച് കഴിഞ്ഞാൽ ജിയോളജി, സ്ട്രക്ചർ, ജിയോമോർഫോളജി, റീചാർജ് കണ്ടീഷൻ, ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് ഇതെല്ലതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടെറൈൻ്റെ ഏതാണ്ട് ഒരു ധാരണയായി. ഇവിടെ നമുക്ക് എന്തുമാത്രം ഗ്രൗണ്ട് വാട്ടറിന് പ്രോസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് ഇനിയിപ്പോൾ ഗ്രൗണ്ട് വാട്ടർ കിട്ടില്ലെങ്കിൽ അവിടെ എന്തുമാത്രം റീചാർജിന് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് ഈ ടെറൈൻ ഫീച്ചേഴ്സും നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു റീചാർജ്, എന്തുമാത്രം റീചാർജ് ഇവിടെ സാധ്യമാണ് എന്നുള്ളത് നമ്മൾ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുള്ള 2 മെത്തേഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫീച്ചർ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ലെവൽ ഫ്ലക്ച്വേഷൻ മെത്തേഡാണ് ഒന്ന്. അതായത് വാട്ടർ ലെവലിൽ എന്തുമാത്രം ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് നല്ല മഴയുടെ അളവ് നമ്മളെടുക്കും, വാട്ടർ ലെവലിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, അതായത് അതിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് മൺസൂൺ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പറയുകയാണെങ്കിൽ മൺസൂൺ ഉണ്ട്, പ്രീ മൺസൂൺ, പോസ്റ്റ് മൺസൂൺ, ഈ സമയത്തൊക്കെ അതിൽ വാട്ടർ ലെവലിൽ എന്തുമാത്രം ഫ്ലക്ച്വേഷൻ വന്നു എന്നുള്ളത് പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ നല്ല ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ വെള്ളത്തിനെ എടുക്കാനും അതുപോലെ തന്നെ വെള്ളം ഇന്ന് വാർന്നു പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിന് പറ്റിയിട്ടുള്ളൊരു അക്യുഫറാണിത്. അപ്പോൾ വാട്ടർ ലെവൽ ഫ്ലക്ച്വേഷൻ മെത്തേഡിൽ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ചുരുക്കി പറയുന്നതാണിത്. മെത്തേഡ് ശരിക്കും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എടുത്ത് അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നടത്തിയിട്ട് നമുക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വാട്ടർ ലെവൽ ഫ്ലക്ച്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. വേറൊന്ന് റെയിൻഫാൾ ഇൻഫിൽട്രേഷൻ, അവിടെ പെയ്യുന്ന മഴ എത്ര സമയം കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്, അത്തരത്തിലുള്ള ഇത് നടത്തുക. അപ്പോൾ റെയിൻഫാൾ ഇതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ഒരു വെട്ടുകല്ല് വെട്ടിയെടുത്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇവിടെ ഈ പ്രദേശത്തുള്ള വെള്ളം മുഴുവൻ എത്തിച്ച് അത് എത്ര സമയം കൊണ്ടാണ് അത് മുഴുവനായിട്ട് താഴ്ന്ന് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഏരിയ നമ്മുടെ കയ്യിലുണ്ട്, അവിടെ വന്ന വെള്ളത്തിൻ്റെ ഒരു വോളിയം നമുക്ക് കിട്ടും, അപ്പോൾ എത്ര സമയം കൊണ്ട് അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ അതാ ഒരു സബ്സർഫസ് മെറ്റീരിയലിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ തരുകയാണ്, സബ്സർഫസ് ഫോർമേഷനെ കുറിച്ചൊരു ഐഡിയ തരുകയാണ്. അപ്പോൾ ആ പ്രദേശം ഇതിന് പറ്റിയ സ്ഥലമാണോ. അപ്പോൾ ഈ 2 ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൂജല റീചാർജിൻ്റെ ഒരു എസ്റ്റിമേഷൻ നടത്തും. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രോസ്പെക്റ്റ് നമുക്ക് കണ്ടുപിടിക്കുക, എത്ര വെള്ളം കിട്ടും എന്നുള്ളത് പറയാം. രണ്ടാമത്തത് ഇനി അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തെ ശേഖരിച്ച് ഭൂമിയിലേക്ക് ഇറക്കി അതിൻ്റെ ഒരു റീചാർജ് എന്തുമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യുന്ന ഭൂജല അല്ലെങ്കിൽ എന്താ പറയുക ഭൂശാസ്ത്രത്തിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂര സംവേദനത്തിൽ ഇത്തരത്തിലാണ്. പക്ഷേ ഇതിന് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഫീൽഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു സബ്സിഡറി എയ്ഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പോകുന്നൊരു സംഗതിയാണ്. ഫീൽഡിൽ നിന്നും ഇതിൻ്റെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയും ഭൂതല റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡാറ്റയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭൂജല ഇതിൽ അതായത് ജിയോളജിക്കൽ സയൻസസിൽ ജിയോ സയൻസസിൽ വിദൂര സംവേദനത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അങ്ങനെയാണ്. വെറും വിദൂര സംവേദനം മാത്രം എടുത്തിട്ട് നമ്മൾ വെക്കില്ല, വെറും ഫീൽഡ് വർക്ക് മാത്രം എടുത്ത് വെക്കില്ല. ഇത് രണ്ടും കൂടി വളരെ കൃത്യമായിട്ട് മെർജ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗം നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ നമ്മൾ ജിയോ സയൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, അത് കഴിഞ്ഞ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ പറഞ്ഞു. ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയത് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടാണ്. വിദൂര സംവേദനം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ബാൻഡ് വിഡ്ത്തിൽ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ, ഏത് ലെവൽ വരെ അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു ചെറിയൊരു പ്രസൻറ്റേഷനിൽ ചെറിയൊരു മൊഡ്യൂളിൽ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് എന്ന് കണ്ടു. ഈ ഒരു മൊഡ്യൂൾ ഇതിൽ അവസാനത്തെ മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ കണ്ടത് ജിയോ സയൻസിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.